നമുക്ക് ഒരു 11 മണിയാകുമ്പോ പോവാല്ലേ? പോവാടി. ഇനിയിപ്പോ നമ്മുടെ കൊണ്ടെന്ന് പറയൂട്ടാ, തലാട്ടെ മതി. നീ ഒന്നും പറയാൻ നിൽക്കണ്ടട്ടാ. രണ്ടാളുണ്ടല്ലോ. നമ്മുടെ ബൈജേട്ടൻ്റെ അവിടെ കല്യാണത്തിന് പോണില്ലേ? പോണം. നീ പോണില്ലേ? പോണം. നിങ്ങളെപ്പോഴാ പോണ്? അപ്പൊ ഞാനും നിങ്ങളുടെ കൂടെ വരാനാ. തലേദിവസല്ലേ, നേരം വൈകിട്ട് പോയാ മതി. ഞങ്ങള് വിളിക്കാം പോകുമ്പോ. നീ പൊക്കോ. അതെ, നീ പൊക്കോ, ഞങ്ങള് വിളിക്കാം. അവർ കാണാനില്ലോ ബന്ധൂരന്. ഈശ്വര, ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. നീ എന്താടി പെണ്ണ് ഇവിടെ നിക്കണേ? കല്യാണത്തിന് പോയില്ലേ? അവരാ കല്യാണ വീട്ടിൽ നിക്കണ്ടല്ലോ. അപ്പൊ പോയിട്ട് അന്ന് ഡ്രസ്സ് മാറിയുള്ളോ? നീ പോവാൻ നോക്കിക്കോ. ആണോ? അവര് എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ എന്നെ വിളിക്കാൻ അവര്? എന്നെ പോണ്ടെങ്കിൽ നമ്മളെ കാത്തുന്നിട്ട് നേരത്തേക്ക് വരികട്ടാ. ഞാൻ നിങ്ങളെ കുറെ നേരം കാത്തുന്നു, നിങ്ങൾ വിളിക്കുന്നു വെച്ചിട്ടേ. അപ്പൊ മറ്റേ ശൈലേച്ചി പറയാ നിങ്ങളിവിടെ കല്യാണ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ വിളിച്ചില്ലല്ലോ. നിന്നെ വിളിക്കുന്നത് ഞങ്ങൾ ഓർമ്മിച്ചിരിക്കല്ലേ, ഞങ്ങളത് മറന്നു. നിനക്ക് വരാനൊക്കെ അറിയില്ലേ? വീടൊക്കെ അറിയണതല്ലേ, പിന്നെന്താ തന്നെ വന്ന? ആരും പിടിച്ചോണ്ട് പോലല്ലോ. എന്തിട്ട് പിടിച്ചോണ്ട് പോകാനുള്ളത്? ഒന്നുമില്ലല്ലോ. ഈ ഡ്രസ്സിന് നമ്മൾ ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടാ. നമുക്ക് എടുക്കാം, ഫോട്ടോ എടുക്കാല്ലേ? മാറാൻ പറയടി. അതെന്ന് മാറിക്കോ, ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ. എന്തോ ഒരു ശല്യാടി ഇവള്. ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഒപ്പം വിളിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റിയ ആള്. ഡ്രസ് നോക്കുക, മര്യാദക്കുള്ള ഡ്രസ് ഇട്ട് വന്നൂടെ? മര്യാദക്ക് വന്നൂടല്ലേ? ഒരു ലോക്കല് ഡ്രസ് ഇട്ട്. അയൽപ്പക്കാരൊക്കെയാണ്, പക്ഷെ എങ്ങനെ ഈ സ്റ്റാറ്റസ് ഇല്ലാവരൊക്കെ നമ്മൾ നടക്കുക? നമ്മൾ ഈ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് ഇടുന്നതല്ലേ? ഈ ഇത്ര ആൾക്കാർ കാണുന്ന വെള്ളപ്പൊക്കെ നിന്നിട്ട് ഫോട്ടോ ഇടാൻ പറ്റും. നാണല്ലേ അവൾക്ക് അറിഞ്ഞിട്ട് മാറി നിന്നൂടെ? അതെ, നാളെ കല്യാണത്തിനുണ്ടല്ലോ, നേരത്തെ പോയിരിക്കാട്ടാ. നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു. അവിടെ കാണാണ്ട് പോവാ. ഫുഡ് കഴിച്ചു നിങ്ങള്? ഞങ്ങളൊക്കെ കഴിച്ചൂലോ. അതിന് ഞങ്ങളെ കാത്തിക്കണ. നീ പോയി കഴിച്ചോ, അല്ലെങ്കിൽ ഫുഡ് ചിലപ്പോ കഴിഞ്ഞാലോ? അല്ല, നാളെ എങ്ങനെ പോണ് കല്യാണത്തിന് പെണ്ണു കൊണ്ടുവരാനായിട്ട്? ഞങ്ങളുടെ കാറിലാ പോണേ. നീ എങ്ങനെയാ പോണേ? അവളെങ്ങനെ പോവാൻ? അവൾക്ക് കാറൊന്നുമില്ലല്ലോ. പോവല്ലേ? ഇവിടുന്ന് വണ്ടിന്ന് പറഞ്ഞല്ലേ, ഞാൻ നിങ്ങളുടെ ആരെങ്കിലും കൂടെ വരാലോ? അങ്ങനൊന്നും പറ്റില്ല. ഞങ്ങക്ക് കാറിലൊന്നും നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇല്ല, നീ ബസ്സിൽ തന്നെ പൊക്കോ, ഇവിടുന്ന് വണ്ടിയിൽ തന്നെ പൊക്കോ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാട്ടാ. അതെ, ഹൽദിക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വിളിക്കുന്നുണ്ട്. വായോ പോവാം. എനിക്ക് ഭയങ്കര തലകറക്കടിക്ക്, ഭയങ്കര തലക്ക് ചുറ്റുക. എന്തിട്ടാടി ഡാൻസ് കളിക്കണ്ടേ നമുക്ക്? എനിക്കിത് വെള്ളം കൊണ്ട് നീ എടുത്ത് കുടിച്ച വെള്ളമൊക്കെ കുടിച്ച മാറും. കുടിച്ചിട്ട് ഇവിടെ ഇരുന്നോളാട്ടാ. അതൊക്കെ മാറിക്കോളൂ. ഞാൻ പോകട്ടെടി, അവർക്ക് വിളിക്കുക. നീ കാരണം എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റാണ്ടാവും. പിന്നെ പോലടി എനിക്ക് അയ്യോ, എന്ത് പറ്റി നിനക്ക്? തല കറിയിട്ടത്. അവിടെ നിൽക്കണ്ട, വീഴുമ്പോ നമുക്ക് അവിടെ പോയിരിക്കാം. ഹോസ്പിറ്റലിൽ പോവാ. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം.
നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? വാങ്ങിക്കും. ഇതുപോലെ ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പണത്തിൻ്റെ പേരിലും ഇല്ലായ്മയുടെ പേരിലും മാറ്റി നിർത്തപ്പെടുന്നവർ, അവഗണിക്കപ്പെടുന്നവർ. പക്ഷേ ഒരു ആപത്ത് ഘട്ടം വരുമ്പോൾ ഈ പാവപ്പെട്ടവർ മാത്രമേ ചിലപ്പോൾ നമുക്ക് സഹായത്തിനുണ്ടാവുകയുള്ളൂ.